9th month ഓഫ് പ്രഗ്നൻസിയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാല്ലേ. നമ്മൾ ബേബിനെ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആവുന്നു, എല്ലാവരും എക്സൈറ്റഡ് ആണ്, നമ്മൾ എക്സോസ്റ്റഡ് ആണ്. അപ്പോൾ ഈ 9th മന്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഡോക്ടർ അംബ്ലീജസ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ഇനി 9th മന്ത് ആയി, നമുക്കൊരു ഫൈനൽ ചെക്ക് ലിസ്റ്റും കൂടി നോക്കാം. നിങ്ങൾ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മൾ പ്രഗ്നൻസി ലേബർ റൂമിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാനായിട്ടും, പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ളതാണ്. അടുത്തായിട്ട് നിങ്ങളുടെ ബർത്തിങ് പാർട്ട്ണർ. ലേബർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ആങ്സൈറ്റി, അൺസർട്ടനിറ്റി നിറഞ്ഞിട്ടുള്ളൊരു സമയമാണ്. സോ ഈ സമയത്ത് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബർത്തിങ് പാർട്ട്ണർ ആരാണെന്നുള്ളത് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് അവരും ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് വെരി എസെൻഷ്യലാണ്. പിന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗൊക്കെ റെഡി അല്ലേ എന്നൊന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് ഈ സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ബിക്കോസ് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ലേബറിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അടുത്തുണ്ടെന്ന് എൻഷുർ ചെയ്യുക.